സമരങ്ങൾ ഒരു വഴിക്ക് നടക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ ഇന്നലെ ചർച്ചയിലിരുന്ന ആൾ പറഞ്ഞത് ഞങ്ങളൊരു വലിയ വോട്ട് ബാങ്ക് ആയിരുന്നു എങ്കിൽ, നാട്ടുകാരൻ പറഞ്ഞതാണ് ഞങ്ങളുടെ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ഇവരെല്ലാവരും മുന്നിട്ട് നിന്നേനെ എന്നുള്ളത്. മലയോര മേഖലയിലെ ജനത ശരിയാണ്, അന്നന്നത്തെ അന്നം കണ്ടെത്തേണ്ടുന്ന എല്ലാ ബാധ്യതകളും ഉത്തരവാദിത്വവും കുടുംബവും കുഞ്ഞുങ്ങളും ഒക്കെ ഉണ്ട്. എങ്കിലും ആ ജനതയ്ക്ക് മുന്നിൽ ഒരു വലിയ പ്രതിരോധത്തിന്റെ ആവശ്യം വന്നു നിൽക്കുന്നുണ്ട്. നിങ്ങൾ കർഷകർക്ക് അങ്ങനെ ഒരു തിരിച്ചറിവുണ്ടാകുന്നുണ്ടോ? രാധ കൊല്ലപ്പെട്ടു എന്നുള്ളത് വളരെ ദൗർഭാഗ്യമാണ്, ദുഃഖകരമാണ്. ആ കുടുംബത്തിന് മാത്രമല്ല എല്ലാവർക്കും ദുഃഖം തന്നെയാണ്. ഞാൻ 60 വർഷമായി വയനാട്ടിൽ മുതൽ കർഷകനാണ്. 1951 മുതലാണ് വന്യമൃഗശല്യം വയനാട്ടിൽ കൂടി. ഞാൻ കേരളം മൊത്തം പറയുന്നില്ല, വയനാട്ടിൽ മാത്രം എടുത്ത് പറയാം. അന്ന് മുതൽ ഈ 2025 ഈ തീയതിയാവുന്ന സമയത്ത് 158 ആൾക്കാരെ വയനാട്ടിൽ കാട്ടുമൃഗങ്ങൾ കൊന്നിട്ടുണ്ട്. അതിൽ 87 ആൾക്കാർ കൊല്ലപ്പെട്ടിരിക്കുന്നത് തിരുനെല്ലി പഞ്ചായത്തിൽ മാത്രമാണ്. ഞാൻ തിരുനെല്ലി പഞ്ചായത്തുകാരനാണ്. മനുഷ്യൻ കൊല്ലപ്പെട്ട് കഴിയുമ്പോൾ പരസ്പരം രാഷ്ട്രീയമായി കുറ്റപ്പെടുത്തലും ഈ സമരങ്ങൾ നടത്തുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. കാരണം എന്താണ്? കടുവകൾക്ക് രാഷ്ട്രീയമില്ല, മനുഷ്യ രാഷ്ട്രീയം. പക്ഷേ അനുഭവിക്കുന്ന ഞങ്ങൾ കർഷകരാണ്. ഞങ്ങൾക്കിത് കൃഷി ചെയ്ത് ജീവിക്കാൻ വേണ്ടി കഴിയുന്നില്ല. ആന മാത്രമല്ല, കടുവ മാത്രമല്ല, മയില്, പന്നി, കുരങ്ങ്, മലയാള സർവ്വ ജീവജാലങ്ങളും കാട്ടുമൃഗങ്ങളും കൃഷിക്കാരന് നാശം വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യം മനസ്സിലാക്കണം. ഇതിന് പരിഹാരം കണ്ടെത്തണമെന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അതിനെന്ത് ചെയ്യണം? പരസ്പരം പഴിചാരലോ ഒന്നുമല്ല. എല്ലാ കാലത്തും ഭരണകർത്താക്കൾ ഏത് ഭരണം വരുന്ന കാലത്തും ഇത്തരം ശല്യങ്ങൾ ഉണ്ടായിരുന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് വേണം ബഹുമാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കന്മാർ ചർച്ചയിൽ പങ്കെടുക്കാനെന്നാണ് എനിക്ക് ആദ്യമായിട്ട് സൂചിപ്പിക്കാനുള്ളത്. ഒന്ന് ഞാൻ പറയാനുള്ളത്, ഇത് യോജിച്ച ഒരു തീരുമാനം, യോജിച്ചൊരു സമരമാണ് ആവശ്യം. എന്താണ്? 1972 വൈൽഡ് ലൈഫ് ആക്ട് വന്നിരിക്കുന്നത്. ആ ആക്ട് അത് ഒരുപാട് ഭേദഗതി വരുത്തണമെന്നുള്ളത് യാതൊരു തർക്കവുമില്ല. കാടും വനവും മൃഗങ്ങളും കാട്ടുമൃഗങ്ങളും മനുഷ്യന് ആവശ്യമാണ്. കാടിറങ്ങുന്ന കടുവകളാണ് മനുഷ്യന് അപകടം ഉണ്ടാക്കുന്നത്. കാടിന് ആവശ്യമാണ് കടുവ എന്ന് പറയുന്നത്. മറ്റു മൃഗങ്ങളുടെ വംശത്തെ നിയന്ത്രിക്കുന്ന കടുവയാണ്. പക്ഷേ മനുഷ്യന് ദ്രോഹകരമായി എന്ത് ചെയ്യണം? ഞങ്ങൾ ആവശ്യപ്പെടുന്ന ഇത്തരം കടുവകളെ പരിക്കേൽക്കുകയോ പ്രായാധിക്യമെന്ന കടുവകളാണ് ആദ്യം പുറത്തിറങ്ങുന്നതാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. അത്തരം കടുവകളെ യഥാസമയം പിടിച്ച് അവരെ പ്രത്യേക ടെറിട്ടറിയിൽ സംരക്ഷിക്കുന്ന നടപടി ഉണ്ടാകണം. ഞങ്ങൾ മുമ്പ് ആവശ്യപ്പെട്ടുള്ളതാണ് എല്ലാ ആനകളും ശല്യക്കാരല്ല. ശല്യക്കാര ആനകളെ പിടിച്ച് വളർത്താനുള്ള സംവിധാനമുണ്ട്. അങ്ങനെയാണ് വടക്കരയുടെ കൊമ്പനെയും കലൂർ കൊമ്പനെയും പിടിച്ചത്. ആ കൊമ്പനെ പിടിച്ചപ്പോൾ ഈ രാജ്യത്തെ പല പാരിസ്ഥിതിക പ്രവർത്തകർ എന്താ പറഞ്ഞാൽ ആന തിരിച്ച് കാട്ടിൽ വിടണമെന്ന് പറഞ്ഞു. 5-7 ആൾക്കാരെ കൊന്ന ആനകളിൽ നിന്ന് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗമാണ്. ഇത് മനസ്സിലാക്കാൻ വേണ്ടി ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കന്മാരും പാരിസ്ഥിതിക പ്രവർത്തകർ മനസ്സിലാക്കാൻ വേണ്ടി കഴിയണം. ഞങ്ങൾ മൃഗങ്ങളെ സ്നേഹിക്കുന്നവരാണ്, വനത്തെ ഞങ്ങൾ സ്നേഹിക്കുന്നവരാണ്. എന്താണ് ഇത്തരത്തിലാകെ കാരണം? 1957 മുതൽ ഇങ്ങോട്ടെടുത്ത് പരിശോധിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വയനാട്ടിലെ 862 ചതുരശ്ര കിലോമീറ്റർ വനമേഖലയിൽ സ്വാഭാവിക വനമെന്ന് പറയുന്നത് കേവലം 25-28% മാത്രമേ ഉള്ളൂ. ബാക്കി തേക്കും യൂക്കാലിയും അതുപോലുള്ള മോണോകൾച്ചറാണ്. ഇപ്പോൾ എന്താ സെന്ന എന്ന് പറഞ്ഞിരിക്കുന്ന അധിനിവേശ സസ്യം കയറി വയനാട് നിറഞ്ഞിരിക്കുകയാണെന്ന്. താമസമില്ല 5-6 വർഷം കഴിയുമ്പോഴത്തേക്ക് വയനാട്ടിലെ വനമേഖലയിൽ നിന്ന് പൂർണ്ണമായും മൃഗങ്ങൾ പുറത്തിറങ്ങുമെന്ന് പറഞ്ഞാൽ യാതൊരു തർക്കമില്ല. അതിനുള്ള നടപടിയാണ് ഉണ്ടാകേണ്ടത്. വനത്തെ വനമായി സംരക്ഷിക്കപ്പെടണം. എന്ത് ചെയ്യണം? ഈ രാഷ്ട്രീയ പാർട്ടികൾ യോജിച്ചുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ്റിലേക്ക് നമ്മൾ സമ്മർദ്ദമായി പോകേണ്ട ആവശ്യമുണ്ട്. ആ യോജിപ്പാണ് അവിടെ ഉണ്ടാകേണ്ടത്. അവിടെ എന്താണ് പരിശോധിക്കപ്പെട്ടത്? ഞങ്ങളുടെ നിർദ്ദേശം എന്ന് പറയുന്നത്, ഇന്നൊരു കർഷകൻ ഉണ്ടാകുന്ന നഷ്ടപരിഹാരം എത്രയാണ്? 1 ഹെക്ടർ നെൽപ്പാടം, 2.5 ഏക്കർ നെൽപ്പാടം നശിച്ചാൽ കിട്ടുന്നവന് 11,000 രൂപയാണ്. 75,000 രൂപ ഞങ്ങൾക്ക് ഉൽപ്പാദന ചെലവുണ്ട്. ലാഭം കിട്ടുന്ന വിളവ് കിട്ടുന്ന കണക്കെടുക്കണ്ട. ഒരു തെങ്ങ് നശിച്ചാൽ കിട്ടുന്ന ഞങ്ങൾക്ക് 770 ഉറുപ്പിയാണ്. ഒന്ന് ആലോചിച്ച് വേണം. കർഷകനോടുള്ള അവഹേളനമല്ലേ, കളിയാക്കലല്ലേ? എത്ര ഭരണങ്ങളോട് മാറി വന്ന് ഞങ്ങൾ എത്രയൊക്കെ ആവശ്യപ്പെടുന്നതാണ്. ഒരു കുരുമുളക് നശിച്ചിട്ടുണ്ടെങ്കിൽ 110 ഉറുപ്പിയാണ്. ഒരു കുരുമുളകിന് മുകളിൽ ഞങ്ങൾക്ക് 5,000-6,000 രൂപ ഒരു വർഷം വരുമാനമുണ്ടാവും. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ വരുമാനമാണ്, അവരുടെ ഒരു ആയുസ്സാണ് നഷ്ടപ്പെടുന്നത്. ഇത് മനസ്സിലാക്കാൻ വേണ്ടി കഴിയണമെന്നാണ് ഇതേ സംബന്ധിച്ച് ഞങ്ങൾക്ക് പറയാനുള്ളത്. കാടും നാടും വേർതിരിക്കുക എന്ന് പറഞ്ഞാൽ വയനാട്ടിനെ സംബന്ധിച്ചിട്ട് പൂർണ്ണമായി വിജയിക്കാൻ കഴിയില്ല. 120ഓളം എൻക്ലോഷറുണ്ട്. വനത്താൽ ചുറ്റപ്പെട്ടതോ വനത്തെ ചുറ്റിലുള്ള ജനവാസ മേഖലയാണ്. പക്ഷേ പ്രധാന സ്ഥലങ്ങളിലൊക്കെ തന്നെ റെയിൽ ഫെൻസിങ്, ക്രാഷ് കാർട്ട് റോക്ക് ഫെൻസിങ് ഒക്കെ തന്നെ നടപ്പാക്കുന്നതിന് കഴിയണം. അത് കാലാകാലം ഭരിക്കുന്ന സർക്കാരുകളും കേന്ദ്ര ഗവൺമെൻറ് അതിനുള്ള നടപടി സ്വീകരിക്കണം. ഒന്നെനിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത്, ഇന്ത്യ രാജ്യത്ത് 555ഓളം സാങ്ച്വറികളുണ്ട്, 157 നാഷണൽ പാർക്കുകളുണ്ട്, 75ഓളം കടുവാ സങ്കേതങ്ങളുണ്ട്. ഇവിടേക്കൊക്കെ തന്നെ നിശ്ചിത എമൗണ്ട് കേന്ദ്ര സർക്കാർ കൊടുക്കേണ്ടതുണ്ട്. കടുവാ സങ്കേതത്തിന് ചെലവിലേക്ക് 75% ഫണ്ട് കൊടുക്കേണ്ടത് കേന്ദ്ര സർക്കാരാണ്. സാങ്ച്വറികൾക്ക് കൊടുക്കേണ്ടത്, നാഷണൽ പാർക്കിന് കൊടുക്കേണ്ടത് 60% കൊടുക്കണം. സാങ്ച്വറികൾക്ക് 50% ഫണ്ട് കൊടുക്കണം. ഈ കാലാകാലം ഭരിക്കുന്ന ഏതെങ്കിലും കേന്ദ്ര സർക്കാർ ഈ ഫണ്ട് കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ടോ? കഴിഞ്ഞിട്ടില്ലെന്നുള്ള ഏറ്റവും വലിയ യാഥാർത്ഥ്യമാണ്.
ഞങ്ങൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഒരു ഉൽപ്പന്നവും ഞങ്ങൾക്ക് വിളവെടുക്കാൻ വേണ്ടി കഴിയുന്നില്ല, നശിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. മരിച്ചു വീഴുന്നിടത്ത് കോൺഗ്രസ്സുകാരനോ കമ്മ്യൂണിസ്റ്റുകാരനോ ആദിവാസിയൊന്നുമില്ല, അവിടെ ക്രിസ്ത്യാനിയും മുസ്ലിം എന്നുള്ളില്ല, എല്ലാവരും മരിച്ചു വീണുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഈ 157 ആൾക്കാരെടുത്ത് പരിശോധിച്ചാൽ കാണാൻ കഴിയും. അപ്പോൾ അതിന് പരിഹാരം ഉണ്ടാകുക എന്നുള്ളതാണ്. അതിന് യോജിച്ചൊരു സമ്മർദ്ദമാണ് ആവശ്യം ഉണ്ടായി വരുന്നത്. ഇപ്പോൾ അതിന് കടുവ ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ മയക്കടി വെക്കണമെങ്കിൽ ചീഫ് വൈൽഡ് വാർഡൻ്റെ ഉത്തരവ് വേണമെന്ന് പറഞ്ഞിരിക്കുന്നു. ആ ഉത്തരവ് താമസിപ്പിനെ നടപ്പാക്കേണ്ടതാണ് എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടാനുള്ളത്. അത് നരഭോജിയാണോ എന്ന് തെളിയിക്കപ്പെടണമെങ്കിൽ മറ്റൊരാളെയും കൂടി അത് കൊല്ലണം. അത് വെറുതെ കാത്തിരിക്കണമെന്നാണോ പറയുന്നിരിക്കുന്നത്? എന്ത് നിയമമാണിത്?